രാഷ്ട്രീയമെന്നാൽ നാടകത്തിൻ്റെയും അഭിനയത്തിൻ്റെയും കുതികാൽവെട്ടിൻ്റെയും അതോടൊപ്പം സ്ത്രീകളെ ഉപയോഗിച്ച് അശ്ലീല അപവാദ കേസിൽ ഉൾപ്പെടുത്തി നശിപ്പിച്ച് നാറ്റിച്ച് ഒതുക്കി ഇല്ലാതാക്കുക എന്നുള്ള കുതന്ത്രങ്ങളിലെ ഒരു ഈറ്റില്ലമായി ഇപ്പോൾ രാഷ്ട്രീയം അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ കേന്ദ്ര സർക്കാർ പോലും കൂടെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ദില്ലി സർക്കാരായിരുന്ന AAP പാർട്ടിനെ, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകിയിരുന്ന ദില്ലി സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത സംഭവത്തെപ്പറ്റി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പോലും കൂടെ അതിനിശീതമായിട്ട് വിമർശിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അതായത് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, കേരളം അല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ ആ ഒരു വ്യക്തി അഴിമതി കേസിൽ പെടുത്തിയെന്ന് കൊണ്ട് ആ മനുഷ്യനെ തേജോവധം ചെയ്തുകൊണ്ട് ആ പാർട്ടിയെയും ആ പ്രസ്ഥാനത്തെയും ആ സർക്കാരിനെയും നാമാവിശേഷമാക്കാനായിട്ട് ശ്രമിച്ചിരുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഒരു വലിയൊരു അഴിമതി കുംഭകോണ കേസ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതൊരു ഭൂകമ്പമായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും കുമ്പള പൊട്ടുന്നത് പോലെ പൊട്ടി ഇപ്പോൾ ഒന്നും അല്ലാണ്ടായി. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന കണിക പോലും അതിന് തെളിവില്ല എന്നാണ് പറയുന്നത്. കണിക പോലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാൾ ഒരു മദ്യനയം കൊണ്ടുവന്നു. ആ മദ്യനയത്തിനകത്ത് മദ്യരാജാക്കന്മാരിൽ നിന്ന് വമ്പൻ കോഴ വാങ്ങി എന്നുള്ളതാണ് ആരോപണമായിട്ട് വന്നത്. ആ ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 6 മാസം ജയിലിലിട്ടു. അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ 2.5 വർഷക്കാലത്തോളം ജയിലിലിട്ടു. അതോടൊപ്പം തന്നെ പല AAP നേതാക്കന്മാരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പലരെയും അതുപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പലരെയും, അങ്ങനെ ഏകദേശം 23 പ്രതികളെയാണ് ഇന്നിപ്പോൾ കോടതി വെറുതെ വിട്ടുകൊണ്ട് കോടതി പറഞ്ഞത് ഇത്രയും വർഷക്കാലം ഇതിൻ്റെ പിന്നാലെ കോടതി ട്രയൽ നടത്തിയിട്ട് ഒരു കണിക പോലും തെളിവില്ല എന്നാണ്. അതായത് ഈ CBI പറഞ്ഞിരുന്ന ആരോപണങ്ങൾക്ക് കണിക പോലും തെളിവില്ല. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേസ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അന്ന് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ സർക്കാരിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം തന്നെയായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന BJP മുന്നണിക്കും ഉണ്ടായിരുന്നത്. അതിപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ പൊട്ടിക്കരയാണ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്. വളരെ വെറും ഒരു സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ വെറും കൊച്ചു കുട്ടികളെ പോലെ പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അഭിനയമായിരുന്നില്ല, അതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് വന്ന കരച്ചിൽ തന്നെയാണ്. ഇനി ആരെങ്കിലും അഭിനയം എന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും സ്വാഭാവികമായിട്ട്. എന്തൊക്കെയാണെങ്കിലും ഇത് തന്നെയല്ലേ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു സംഭവത്തിലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിനെ ഇല്ലാണ്ടാക്കിയത്. അത് സ്ത്രീ പീഡന കേസായിരുന്നു അല്ലേ? നമുക്കറിയാമല്ലോ. അതിനകത്ത് കണിക പോലും തെളിവുണ്ടായിരുന്നു. ഒരു സരിത എന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ പറ്റി മലയാളി സമൂഹത്തിന് ലോകത്തുള്ള സകല മലയാളികൾക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ. അവരെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി. അതിൻ്റെ മുന്നണി പോരാളിയായിട്ട് രംഗപ്രവേശനം ചെയ്തതാരാണ്? KB ഗണേഷ് കുമാർ. അയാൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള വൈരാഗ്യം എന്തായിരുന്നു? അയാളുടെ കുടുംബ പ്രശ്നം. അയാളുടെ ആദ്യ ഭാര്യയായിരുന്നു ശ്രീമതി തങ്കച്ചി അല്ലേ? തങ്കച്ചി എന്നാണ് അവരുടെ പേര്. ആ തങ്കച്ചിയായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ കുടുംബ പ്രശ്നം ഉടലെടുക്കുകയും അതിനകത്ത് R ബാലകൃഷ്ണപിള്ള ശക്തമായിട്ട് ഈ KB ഗണേഷ് കുമാറിൻ്റെ അച്ഛനായിരുന്ന R ബാലകൃഷ്ണപിള്ള ശക്തമായിട്ട് ഉമ്മൻചാണ്ടിയോട് ഇയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് രാജിവെക്കാൻ പറഞ്ഞു. അതിനുശേഷം KB ഗണേഷ് കുമാർ ഭാര്യയായിട്ടുള്ള പ്രശ്നമൊക്കെ ഒരു വിധം പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് പരിഹരിച്ചത് നീതീകരിക്കാവുന്ന രീതിയിലായിരുന്നില്ലാത്തത് കൊണ്ടും അത് വീണ്ടും മന്ത്രിസഭയ്ക്ക് പ്രശ്നം വരുന്നതുകൊണ്ടും രണ്ടാമത് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനായിട്ട് ഉമ്മൻചാണ്ടി വിസമ്മതിച്ചു കഴിഞ്ഞപ്പം അന്ന് KB ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന സുധീറിനോടൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സുധീർ ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ പോലും കൂടെ മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഇയാളെ ഞാൻ കുടുക്കിയിരിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് മന്ത്രിസഭയിൽ പ്രവേശനം നൽകാത്തതിൻ്റെ വൈരാഗ്യം അന്ന് തീർത്തത് കേരളം കാണാത്ത ഒരു സംഭവ വികാസത്തിലൂടെയാണ്. കേരളത്തിൽ അത്രയും കാലവും അങ്ങനെ ഒരു നെറുകെട്ട രാഷ്ട്രീയം ഇല്ലായിരുന്നു. അതിന് തുടക്കം കുറിച്ച് KB ഗണേഷ് കുമാറാണ്. അതായത് കേരളം കണ്ട ഏറ്റവും സ്വഭാവ ദൂഷ്യത്തിന് അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. പേര് കേട്ട ഒരു സ്ത്രീനെ കൊണ്ട് ഒരു പീഡന പരാതി ആദ്യമേ കത്ത് പുറത്തു വരുന്നു. ജയിലിൽ നിന്ന് സരിതേനെ കൊണ്ടൊരു കത്തെഴുതിക്കുന്നു. ആ കത്തിനകത്ത് അഡീഷണലായിട്ട് ഒരു 4 പേജ് ഇല്ലാത്ത ഒരു 4 പേജ് രണ്ടാമത് അഡീഷണലായിട്ട് എഴുതി ചേർപ്പിക്കുന്നു.
ആ 4 പേജിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കുന്നു. അതിൻ്റെ പേരിൽ ആ പരാമർശത്തിൻ്റെ പേരിൽ പിന്നെ അവരെ കൊണ്ട് തന്നെ നേരിട്ട് പരാതി എഴുതി വാങ്ങിച്ച് പരാതിയാക്കുന്ന, അതായത് പീഡന പരാതി, അതായത് കേരള ചരിത്രത്തിൽ കേരളം കണ്ട ഏറ്റവും മഹാനായ ജനകീയനായ നല്ല കരുത്തുറ്റ നല്ല വികസന നായകനായ മഹാനായ ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾക്കെതിരെ ഒരു പീഡന പരാതി, അതും ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സ്ത്രീനെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിച്ച് അതിൻ്റെ പിന്നിൽ നമുക്കറിയാം ഒരു കിങ് പിൻ തന്നെയുണ്ട്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കി കഴിഞ്ഞ് അടുത്ത അധികാരം പിടിച്ച് അർമാദിക്കാനായിട്ട് നിന്നിരുന്ന ഒരു കിങ് പിന്നിൻ്റെ ഒത്താശയോട് കൂടി KB ഗണേഷ് കുമാർ ചെയ്ത ഒരു കാര്യം അവസാനം ഉമ്മൻചാണ്ടി സാറിനെ അതേ രീതിയിൽ തന്നെ അവരാഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടപ്പാക്കി അവർ വിജയശ്രീ ലാളിതരായിട്ട് ഇപ്പോഴും ആർമാദിച്ച് അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വാണുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഈ ഒരു സംഭവം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ മാക്കുട്ട വിഷയത്തിലും പോലും കൂടെ ഇവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ദില്ലിയിൽ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഈ ഭൂകമ്പം പോലെ കൊണ്ടുവന്ന ആ സംഭവങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ആ സർക്കാരിനെ ഒതുക്കി ഇല്ലാതാക്കി മന്ത്രിസഭയും താഴെ പോയി, അതോടൊപ്പം തന്നെ അധികാരം പുറത്തായി, അതോടൊപ്പം തന്നെ അവർക്ക് രാഷ്ട്രീയപരമായിട്ടും ഭയങ്കരമായ വീഴ്ച സംഭവിച്ചു അല്ലേ. അതേ അവസ്ഥ തന്നെയല്ലേ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്ക് ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്രം ചെയ്യുന്നു, ഇത് കേരളം ചെയ്യുന്നു എന്നുള്ളതിൽ കഴിഞ്ഞ് ഇത് തങ്ങളിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, അതായത് രാഹുൽ മാക്കൂട്ടം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീ പീഡനത്തിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പോലും കൂടെ ഇവിടെ കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. പൊതുവെ അത് കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഒരു യുവതിയും ഒരു 4-5 ചെറുപ്പക്കാരും കൂടെ കൂടി കൊല്ലത്തുനിന്ന് ഒരു യുവാവിനെ, അയാൾ ഇത്തിരി വികലാംഗനാണ്, അദ്ദേഹത്തെ ഈ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വഴി യുവതിയായിട്ടൊന്ന് പരിചയപ്പെട്ടു, അങ്ങോട്ട് ചാറ്റ് ചെയ്തു, അയാളെ ഇവിടെ ഈ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം യുവതിയൊക്കെ താമസിച്ചിരുന്ന ഹോട്ടലിൽ വന്നു കഴിഞ്ഞപ്പം യുവതി ആവശ്യപ്പെടുന്നത് താനുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണം. ഇത് ആലോചിച്ച് നോക്കും. ഇത്രയും കാലം അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും എവിടെയും അങ്ങനെ കേൾക്കാറുള്ളതല്ലേ. ഇപ്പോൾ സ്ത്രീകൾ തന്നെ പറയുകയാണ് താൻ എന്നെ ലൈംഗിക വീഴ്ച നടത്തിയിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. എന്നാ എത്ര അപഹാസ്യമാണ്. എന്നിട്ട് അതിന് ഈ യുവാവിന് മനസ്സിലായി എന്തോ കെണിയാണല്ലോ എന്ന് മനസ്സിലായി. യുവാവ് വിസമ്മതിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ ഈ യുവതിയുടെ, അതായത് ഈ വടക്കൻ പറവൂരുകാരി പുത്തിയത്തോട് ചാലക്കൽ കടവിൽ ഷുക്കൂർ മകൾ 27 വയസ്സുള്ള ഷിഫാന ഷുക്കൂർ എന്ന് പറയുന്ന യുവതിയാണ്. 27 വയസ്സേ ഉള്ളൂ. ആ യുവതിക്ക് കുറേ ഗുണ്ടകൾ കൂട്ടും. അവസാനം എന്തുവേണ്ടി ആ യുവാവിനെ എടുത്തിട്ട് മർദ്ദിച്ച് നാശമാക്കി. പിന്നെ എന്താണെങ്കിലും പോലീസ് കേസായി. ഇപ്പോൾ എല്ലാം അകത്തായി. പോലീസ് പിടിച്ച് ഈ യുവതീനെ കൂട്ടാളികളെയൊക്കെ അകത്താക്കി. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. അതായത് സ്ത്രീകൾ ഇപ്പോൾ പുരുഷന്മാരെ പിടിച്ച് ബലമായിട്ട് ലൈംഗിക വീഴ്ചയ്ക്ക് നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് രാഹുൽ മാക്കൂട്ടം പണ്ട് യുവാവായിരുന്ന സാഹചര്യത്തിൽ, അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന ചില ബന്ധങ്ങളിപ്പോൾ പീഡന പരാതികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് വന്നിട്ട് ആ ഒരു മനുഷ്യനെ ഒതുക്കി ഇല്ലാതാക്കാൻ നയിക്കുന്നത്. അത് ഇവിടുത്തെ കേരളത്തിൻ്റെ ഭരണകൂട ഭീകരതയുടെ പ്രഥമ ഒരു ദൃഷ്ടാന്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ചില പ്രതിപക്ഷത്തു നിന്നുള്ളവരോ ഒത്താശ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ SSP, അതായത് സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും, അതായത് കോൺഗ്രസ്സിലെ അപൂർവം ചില വിരലിലുണ്ടാകുന്ന ചില ഉന്നതരായിട്ടുള്ള നേതാക്കൾ, അതാണ് സതീശനിസ്റ്റുകൾ. പിന്നെ സംഘിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാരണം പാലക്കാട് MLA ആയതുകൊണ്ട് രാഹുൽ മാക്കൂട്ടം പാലക്കാട് മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ ആ ഒരു വിഭാഗം അതിശക്തമായിട്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. രാഹുൽ മാക്കൂട്ടത്തെ ഏതെല്ലാം വിധത്തിൽ ഒതുക്കി ഇല്ലാതാക്കണം എന്നുള്ളതിനകത്തല്ല അവരുടെ പങ്ക് അവർ വളരെ ആത്മാർത്ഥമായിട്ട് അവരതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ പിണറായിസ്റ്റുകളുടെ കാര്യം പറയേണ്ടതില്ല. അവർക്ക് എങ്ങനെയും രാഹുൽ മാക്കൂട്ട എന്ന ഒരു വ്യക്തിയെ ഒതുക്കി ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം അജണ്ടയാക്കി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അവർ പരമാവധി ഒത്താശ ചെയ്യുന്നു. അങ്ങനെ ഈ 3 കൂട്ടരും, അതായത് മറ്റൊരു വിഷയത്തിൽ യോജിക്കില്ലാത്ത ഈ 3 കൂട്ടരും ഈ ഒരു വിഷയത്തിൽ ഈ SSP എന്ന ഈ ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ അപജയം അതാണ് സംഭവിക്കുന്നത്. ഇന്നിപ്പം ദില്ലിയിൽ ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചതെന്താണ്? ഒരിക്കലും കാണാത്ത ഒരു സമരം അവിടെ വേറെ പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്നു. എന്താണ്? ശബരിമല കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ പങ്ക് അത് അന്വേഷിക്കണം, അല്ലെങ്കിൽ സോണിയാഗാന്ധിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് BJPക്കാരെല്ലാം കൂടെ ദില്ലി സോണിയാഗാന്ധി താമസിക്കുന്ന വസതിയിൽ പോയി സമരം ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കും. 1% സോണിയാഗാന്ധിക്ക് അതിനകത്ത് പങ്കുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും?
രാഷ്ട്രീയപരമായിട്ട് ഇവിടുത്തെ കുറേ പിണറായി സ്ത്രീകളൊക്കെ കടന്ന് പോകുന്നുണ്ട് എന്നുള്ളതിൽ കഴിഞ്ഞ് അത് രാഷ്ട്രീയപരമായിട്ട് മാത്രമാണ്. കാരണം നമുക്കറിയാം ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വീണ അഭിനയത്തിനകത്ത് പിണറായി സ്ത്രീകളുടെ കൂവലും ഇവിടെ കേരള പൊതുമണ്ഡലത്തിൽ കിടന്നുകൊണ്ട് കാട്ടിക്കൂട്ടിയ ബഹളങ്ങളും നമ്മളെല്ലാവരും കണ്ടതാണ്. എന്ന് പറഞ്ഞ മാതിരിയുള്ള കുറേ ആഭാസങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. ഇപ്പം മുൻ DGP ആയിരുന്ന R. ശ്രീലേഖയ്ക്കെതിരെ പോക്സോ കേസ് വന്നിരിക്കുന്നു. അവരിപ്പോൾ BJP ഒരു കൗൺസിലറാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ. അവർ പോക്സോ കേസിൽ ആണ് ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് പോക്സോ കേസിൽ ഇരയായ യുവതികളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. അത് 10-20 വർഷം മുമ്പുള്ള സംഭവങ്ങളാണ്. ഒന്ന് കിളിരൂർ കേസ്, മറ്റൊന്ന് കവിയൂർ കേസ്. ഈ 2 കേസിൻ്റെ ആ ഇരകളായിട്ടുള്ളവരുടെ പേര് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖയ്ക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇപ്പം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്, ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കേരളത്തിലുള്ള 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ എല്ലാം ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അതൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. അത് അതിശക്തമായിട്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ അതിനിശീതമായി വിമർശിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? സർക്കാരുകൾക്ക് അത്തരം കാര്യങ്ങളിലൊന്നും അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള അവരുടെ പ്രൈവറ്റ് സ്വകാര്യത ഒരു കാരണവശാലും പബ്ലിക്കിന് കൊടുക്കേണ്ടതില്ല. ആ സ്വകാര്യത എങ്ങനെ മറ്റൊരു ഏജൻസിക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു? അത് ഭയങ്കരമായ ഗുരുതരമായ കുറ്റമല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ ലംഘനമാണ്. ശരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം കൂടെ കൂടിയാണ്. കാരണം ഈ രാജ്യത്തുള്ള കുറേ അധികം ജനങ്ങളുടെ, പ്രത്യേകിച്ചും 35 വയസ്സിനുള്ള മുകളിലുള്ള സ്ത്രീകളുടെ, അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും, ഇങ്ങനെ ഇത്രയും പേരുടെ ഡാറ്റാസ് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും അത് മിസ്യൂസ് ചെയ്യാനുള്ള അധികാരമില്ല, അവകാശമില്ല. ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് എന്തെങ്കിലും വ്യക്തിപരമായ ഒരു കാരണങ്ങൾ തേടേണ്ടതുണ്ടെങ്കിൽ അത് ആ പർട്ടിക്കുലർ കാര്യത്തിന് മാത്രം അത് തേടുക, അത് തേടിക്കഴിഞ്ഞാൽ അതിന് മാത്രം യൂസ് ചെയ്യുക. അതാണ് നിയമം കിടക്കുന്നത്. ഇത് തോന്നുമ്പടി ഓരോരുത്തരുടെ ഡാറ്റാസ് മുഖ്യമന്ത്രി താൻ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള അഹങ്കാരത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ആഭാസം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എത്ര അപകടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമൂഹത്തിന്. ഇതൊക്കെ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികളെ ഒതുക്കി ഇല്ലാതാക്കണം. അതിന് വേണ്ടിയിട്ടാണ് രാഹുൽ മാക്കൂട്ടത്തെയൊക്കെ ഒതുക്കുന്നത്. കാരണം ഈ കൊള്ളാവുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോയിൻ്റായിട്ട് കൃത്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന നേതാക്കന്മാരെ ഒതുക്കി ഇല്ലാതാക്കുക. അതാണ് പ്രതിപക്ഷത്ത് കുറേ ആളുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഒതുക്കി ഇല്ലാതാക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിനൊക്കെ എതിരെ ഇത്രയും അതിശക്തമായിട്ട് ഇവരിങ്ങനെ വിളറി പിടിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പൊതുസമൂഹത്തിനാണ് ഇതിൻ്റെ നഷ്ടങ്ങൾ വരുന്നത്. ഇതിന് കൂട്ടുപിടിക്കുന്ന കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ ആണ് അതിനേക്കാളും വലിയ കുറ്റക്കാര് എന്നുള്ളതും പൊതുസമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ശരി, ഇതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള പൊതുജനവികാര, നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ പൊതുജനവികാരം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. അത് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. എല്ലാവർക്കും നന്ദി.